വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. വേലിയേറ്റ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPI ശ്രദ്ധ ക്ഷണിക്കൽ സായാഹ്നം സംഘടിപ്പിച്ചു. വേലിയേറ്റ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുക, കായൽ ഡ്രഡ്ജ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളിലേക്ക് CPI ഇടക്കൊച്ചി ലോക്കൽ കമ്മിറ്റി ശ്രദ്ധ ക്ഷണിക്കൽ സായാഹ്നം സംഘടിപ്പിച്ചു. CPI മണ്ഡലം സെക്രട്ടറി AK സജീവൻ ഉദ്ഘാടനം ചെയ്തു. ഈ സമയത്തുണ്ടാകുന്ന വേലിയേറ്റം ഈ സമയത്ത് മാത്രമല്ല, നല്ല ഒരു മഴ, ശക്തമായി പെയ്യുന്ന ഒരു മഴ പെയ്താൽ നമ്മുടെ പ്രദേശമാകെ വെള്ളക്കെട്ട് നിറഞ്ഞ് ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. എന്താണ് ഇതിന് അടിസ്ഥാനപരമായ കാരണം? ഇതിനെക്കുറിച്ച് ആധികാരികമായി പഠിച്ചിട്ടുള്ള കുഫോസിലെ ശാസ്ത്രജ്ഞന്മാരും മറ്റ് മത്സ്യ ഗവേഷണ കേന്ദ്രങ്ങളിലെ ശാസ്ത്രജ്ഞന്മാരുമെല്ലാം കണ്ടെത്തിയിട്ടുള്ളത് നമ്മുടെ കായലുകളുടെ ആഴം വളരെ കുറഞ്ഞ് ഇരിക്കുകയാണ്. ഇത് തുടർന്ന് ഈ തരത്തിൽ മുന്നോട്ട് പോയാൽ ഒരു നെൽവയലിന് സമാനമായ തരത്തിലേക്ക്. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം KP മണിലാൽ അധ്യക്ഷത വഹിച്ചു. AIYF ജില്ലാ സെക്രട്ടറി KR റനീഷ്, CPI പള്ളുരുത്തി ലോക്കൽ സെക്രട്ടറി K സുരേഷ്, കൗൺസിലർ CN രഞ്ജിത്ത് മാസ്റ്റർ, CPI ഇടക്കൊച്ചി ലോക്കൽ സെക്രട്ടറി NE അലക്സാണ്ടർ, AIYF മണ്ഡലം സെക്രട്ടറി PR ആദർശ്, CPI ലോക്കൽ കമ്മിറ്റി അംഗം VV വിനു എന്നിവർ പ്രസംഗിച്ചു. അനുബന്ധ മത്സ്യത്തൊഴിലാളികളുണ്ട്, അവരുമായി ബന്ധപ്പെട്ട് അവർ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യം വിൽക്കുന്നവരുണ്ട്, ഐസ് അടിക്കുന്നവരുണ്ട്, അത് എത്തിച്ചു കൊടുക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്, ചെമ്മീൻ കിള്ളി കൊടുക്കുന്ന തൊഴിലാളികളുണ്ട്. അങ്ങനെ അനുബന്ധ മേഖലകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അവർ 10,000-കണക്കിന് വരും. അവരുടെ തൊഴിൽ നഷ്ടം അതിഭീകരമായി കൊണ്ടിരിക്കുകയാണ്. കായലിന്റെ ആഴം കൂട്ടിയാൽ കായലിൽ മത്സ്യസമ്പത്ത് വർദ്ധിക്കും. മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ, കായലോരത്ത് താമസിക്കുന്ന ആളുകൾക്ക് പാർപ്പിടം, അവന്റെ ആയുസ് നിർമ്മിച്ച വീട് ഇന്ന് ഉപ്പുവെള്ളം കയറി ദ്രവിച്ച് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ജീവിതം തന്നെ നശിക്കുന്ന തരത്തിലേക്ക് എത്തിപ്പെടുകയാണ്. തീരദേശ പരിപാലന ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.